Next, we are going to study kinematic equations for uniformly accelerated motion. നമ്മൾ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എന്താണെന്ന് പഠിച്ചതാണ്. അതിൻ്റെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ വെലോസിറ്റി ടൈം റിലേഷൻ, സെക്കൻഡ് വൺ ഈസ് പൊസിഷൻ ടൈം റിലേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ആണ് കൈനമാറ്റിക് ഇക്വേഷൻസ് എന്നറിയപ്പെടുക. Kinematic equations for uniformly accelerated motion. First one, velocity time relation. ഇപ്പോൾ വെലോസിറ്റി ടൈം റിലേഷൻ എന്താണെന്ന് നോക്കാം. ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സലറേഷൻ എ. യൂണിഫോം ആക്സലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി. അപ്പോൾ നമുക്കറിയാം ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? എ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ വി മൈനസ് യു ബൈ ടൈം. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതാണ് നമ്മുടെ വെലോസിറ്റി ടൈം റിലേഷൻ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. Next one is position time relation. Consider a body moving along a straight line with uniform acceleration a. Here u is the initial velocity and v is the final velocity. T എന്നുള്ള ടൈം ഇൻ്റർവെല്ലിൽ the displacement traveled by the body ആണ് s എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം അല്ലേ. അതായത് നമ്മൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചതാണ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഡ്യൂറിങ് ടൈം ഇൻ്റർവെൽ ടി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി യൂണിഫോം ആക്സലറേഷനോടുകൂടി മൂവ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വി പ്ലസ് യു ബൈ 2 എന്ന് വരും ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്കറിയാം നേരത്തെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്ന്. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇനി ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് വാല്യൂ ഓഫ് വിനെ നമ്മൾ അത് വിക്ക് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് കിട്ടും എസ് ഇസ് ഈക്വൽ ടു വിക്ക് പകരം യു പ്ലസ് എ ടി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് വരും. ഇനി ഇതിൽ യുവും ആഡ് ചെയ്യുമ്പോൾ 2u എന്ന് കിട്ടും. 2u പ്ലസ് എ ടി ബൈ 2 ബ്രാക്കറ്റിൽ ഇൻറ്റു ടി. ഇനി പുറത്തുള്ള ടി കൊണ്ട് ഉള്ളിലുള്ള ബ്രാക്കറ്റിലെ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ut പ്ലസ് എ ടി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഇതിന് നമുക്ക് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടും. നിങ്ങളിത് എഴുതി നോക്കണം കേട്ടോ, ഇങ്ങനെ കണ്ടതുകൊണ്ട് മനസ്സിലാവില്ല. 2ut പ്ലസ് എ ടി സ്ക്വയർ ബൈ 2 എന്നുള്ളതിൽ അതായത് 2ut ബൈ 2 പ്ലസ് എ ടി സ്ക്വയർ ബൈ 2 എന്നാണല്ലോ. അപ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്ത് പോവും, ബാക്കി എ ടി സ്ക്വയർ ബൈ 2 അതായത് ഹാഫ് എ ടി സ്ക്വയറിന് കിട്ടും. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി അടുത്തത് തേർഡ് റിലേഷൻ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ ടി. നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി എന്നുള്ളത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നറിയാം നമുക്ക്. അതിൽ നിന്ന് ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ. ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിട്ട് വാല്യൂ ഓഫ് ടീനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് എഴുതി നോക്കിയേ, എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു വി മൈനസ് യു ബൈ എ. അതായത് ടിക്ക് പകരം വി മൈനസ് യു ബൈ എ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ വി പ്ലസ് ന്യൂമറേറ്ററിൽ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ആണ്. ദിസ് ഈസ് ഇൻ ദ ഫോം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് കിട്ടും. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2as ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും.
അതിനെ നേരെ തിരിച്ചെഴുതി, അതായത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ LHS ആക്കി എഴുതി, മറ്റത് RHS ആക്കി എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് യു സ്ക്വയറിനെ ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇപ്പോൾ പഠിച്ചു. ഫസ്റ്റ് വൺ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് AT, സെക്കൻഡ് വൺ S is equal to ut plus half AT square, third one v square is equal to u square plus 2as. ഇപ്പോൾ നമ്മൾ പഠിച്ച S is equal to ut plus half AT square എന്നുള്ള റിലേഷൻ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡും കൂടി പഠിക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് കൺസിഡർ ചെയ്യുക. ഈ ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി ഇവിടെ 0 അല്ല. നോക്കിക്കേ, ഗ്രാഫ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം യു അല്ലേ, അതൊരു പർട്ടിക്കുലർ വെലോസിറ്റിയോട് കൂടിയാണ്, അതാണ് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഗ്രാഫ് യുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. AB ആണ് ഗ്രാഫിൻ്റെ ഷേപ്പ്. ഇനി അതിന് നമ്മൾ ഇവിടെ ഡോട്ടഡ് ലൈൻ നോക്കിയേ, AC BC 2 ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. പിന്നെ B എന്നുള്ള പോയിന്റിൽ നിന്ന് നേരെ X ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, Y ആക്സിസിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, AB എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി VT ഗ്രാഫ്. ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ആദ്യം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം, പ്ലസ് അതായത് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABCയുടെ ഏരിയ കാണണം, പ്ലസ് റെക്റ്റാങ്കിൾ ACDE. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് ടൈം T ആണ്. ഇനി BH ഹാഫ് BH അല്ലേ, അപ്പോൾ അത് BC എന്ന് പറയുന്ന വാല്യൂ എന്താണ്, V മൈനസ് U. ഇനി പ്ലസ് അടുത്ത ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ BH ആണ്, അതായത് T ഇൻറ്റു U എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കേ, UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഈ S is equal to ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ള ഇക്വേഷനെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ കൂടിയും ഡെറൈവ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ഇസ് ഫ്രീ ഫോൾ. നമ്മളൊരു ഓബ്ജക്റ്റിനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ വെറുതെ ഒന്ന് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിലീസ് ചെയ്താൽ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ടുവേർഡ്സ് ദി എർത്ത് അല്ലേ. അത് നമുക്കറിയാം, എർത്ത് ആ ഒബ്ജക്റ്റിനെ അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഓബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ഇൻ ഫ്രീ ഫോൾ. ആ ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ വരുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഓബ്ജക്റ്റിനെ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത്, അതായത് ആ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ വെലോസിറ്റി u is equal to 0 ആണ്. അടുത്ത സെക്കൻഡിൽ, അതായത് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയാണ്. കാരണം എന്താണ്, ഒരു ഫോഴ്സ് അവിടെ താഴേക്ക് ആക്ട് ചെയ്യാണ്. അപ്പോൾ ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരുന്നു. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്യുന്ന വെലോസിറ്റി, ഇൻക്രീസ് ഇൻ വെലോസിറ്റിയാണ് അവിടെ 9.8 എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുക. അപ്പോൾ ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി 9.8 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യണം. അതായത് ഇത് സ്റ്റാർട്ടിങ്ങിൽ 0 വെലോസിറ്റി, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 9.8, രണ്ടാമത്തെ സെക്കൻഡിൽ 19.6, അതായത് 9.8 × 2, അടുത്ത മൂന്നാമത്തെ സെക്കൻഡ് വരുമ്പോൾ 29.4, അതായത് അതിനോട് ആ ഓരോ സെക്കൻഡിലെ വെലോസിറ്റിയോട് കൂടിയും 9.8 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ഫോളിൻ്റെ കേസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 m/s² ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഓരോന്നിൻ്റെയും മോഡലാണ് മിസ് ഇവിടെ തരുന്നത്. ബാക്കിയുള്ളത് നോട്ട്സായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹോംവർക്കായിട്ട് തരും, അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്നിട്ട് നോട്ടിൽ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ട്രാവലിംഗ് along a straight line with uniform acceleration attains a velocity of 40 m/s in 8 seconds. What is acceleration? അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയാൽ, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.
ഇനി യൂണിഫോം ആക്സലറേഷനിൽ അത് മൂവ് ചെയ്യാണ്. അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്, അതായത് അതിൻ്റെ വെലോസിറ്റി 0-ൽ നിന്ന് 40 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പോൾ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 40 മീറ്റർ പെർ സെക്കൻഡ്. അത് അറ്റൈൻ ചെയ്യുന്ന ടൈം അവിടെ കൊടുത്തിട്ടുണ്ട് 8 സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A = V - U/T. അപ്പോൾ V 40, U 0, ടൈം 8. അപ്പോൾ 40 - 0/8 എന്ന് പറയുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർന്ന് കിട്ടും. അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ ബസ് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് എ സ്പീഡ് ഓഫ് 126 km/h ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ആഫ്റ്റർ 200 മീറ്റർ. അതായത് ഒരു ബസ് സ്ട്രെയിറ്റ് റോഡിൽ കൂടി മൂവ് ചെയ്യാണ് വിത്ത് എ സ്പീഡ് 126 km/h മൂവ് ചെയ്യുന്നു എന്ന ഒരു ബസ്. ഇറ്റ് ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ആഫ്റ്റർ 200 മീറ്റർ. അതായത് 200 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് കംസ് ടു റെസ്റ്റ്. അപ്പോൾ യു തന്നിട്ടുണ്ട്, അതായത് യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി. 126 km/h അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ U = 126 km/h എന്നുള്ളതാണ്. നമുക്കതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് km/h ഒരു യൂണിറ്റിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി തിരിച്ച് അതേപോലെ മീറ്റർ പെർ സെക്കൻഡിനെ km/h ആക്കാനാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 18/5. അപ്പോൾ ഇവിടെ നമുക്ക് km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. അപ്പോൾ അതിന് 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 126 × 5/18 എന്ന് പറയുന്നത് 35 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഫൈനൽ വെലോസിറ്റി 0. ബ്രോട്ട് ടു റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0. ഉള്ള ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. അപ്പോൾ ഇനി നമുക്കിതിൽ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ആക്സലറേഷൻ ഓഫ് ദി ബസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടൈം ടേക്കൺ ബൈ ദ ബസ് ടു കംസ് ടു റെസ്റ്റ്. അതായത് ടൈം ടേക്കൺ ബൈ ദ റെസ്റ്റിലേക്ക് വരാൻ എടുക്കുന്ന സമയം. ആദ്യം ആക്സലറേഷൻ ഓഫ് ദി ബസ് കാണാം. ഇപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫൈൻഡ് ദ ആക്സലറേഷൻ. നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നമുക്കിവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഡിസ്റ്റൻസ് അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഇക്വേഷൻ ഏതാ? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ v² - u² = 2as. അതിൽ നിന്ന് A ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. A = v² - u²/2s എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -3.06 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ u അറിയാം, v അറിയാം, A അറിയാം. അതിവിടെ വിയും യുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v 0, u എന്ന് പറയുന്നത് 35, ആക്സലറേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു -3.06 എന്നുള്ളത്. അപ്പോൾ അവിടെ അത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11.4 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്തൊരു പ്രോബ്ലം. എ കാർ ട്രാവലിംഗ് അറ്റ് 9 മീറ്റർ പെർ സെക്കൻഡ് accelerates and attains a speed of 27 meter per second in 5 seconds. Calculate the acceleration and distance covered in 5 seconds. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ കാർ ട്രാവലിംഗ് അറ്റ് 9 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യു തന്നിട്ടുണ്ട്. u = 9 മീറ്റർ പെർ സെക്കൻഡ്. ആക്സലറേറ്റ്സ് ആൻഡ് അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 27 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 5 seconds. അതായത് 5 സെക്കൻഡിൽ എന്ന് പറയുമ്പോൾ ടൈം 5 സെക്കൻഡ്. അറ്റൈൻസ് എ സ്പീഡ് ഓഫ് 27 മീറ്റർ പെർ സെക്കൻഡ്. അതായത് v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി 27 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കിവിടെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് കവേർഡും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. വിയും യുവും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. v = u + at. ഇവിടെ A എന്ന് പറയുന്നത് v - u/t. v - u/t എന്ന് പറയുമ്പോൾ 27 - 9/t എന്ന് പറയുന്നത് 5 കിട്ടും. അപ്പോൾ 18/5 3.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി S കണ്ടുപിടിക്കാൻ വേണ്ടി u അറിയാം, ആക്സലറേഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചു, tu അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് S = ut + ½ at² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ut എന്ന് പറയുമ്പോൾ 9 × 5 + ½ 3.6 × 5².
അപ്പോൾ ആൻസർ 90 മീറ്ററിന്. അടുത്ത ഒരു പ്രോബ്ലം. ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ കാർ traveling at 30 meter per second. Its velocity is reduced to 20 meter per second in 5 seconds. Calculate the retardation produced by the brakes. Also calculate the distance covered in those 5 seconds. അപ്പോൾ ഇവിടെ ബ്രേക്സ് ആർ അപ്ലൈഡ് ടു എ കാർ ആൻഡ് വെലോസിറ്റി റെഡ്യൂസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 30 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി റെഡ്യൂസ്ഡ് ടു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ വി തന്നിട്ടുണ്ട്. ഫൈനൽ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. ഇൻ ടൈം ടി 5 സെക്കൻഡ്സ്. ഇവിടെ കാൽക്കുലേറ്റ് ദ റീറ്റാർഡേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രേക്സ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്ന് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി എന്ന് പറയുന്നത് 20 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 30 ആണ്. അപ്പോൾ 20 മൈനസ് 30 ഡിവൈഡ് ബൈ 5 മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓൾറെഡി നമുക്കറിയാം മൈനസ് വരുമ്പോൾ റീറ്റാർഡേഷൻ ആണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇപ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷനിൽ ഇത് വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു യു ടി, അതായത് 30 × 5 ശരിക്കും പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എ എന്നുള്ളത് മൈനസ് വരുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് മൈനസ് വരും അല്ലേ, നെഗറ്റീവ് മൈനസ് മൈനസ് ഹാഫ് ഇൻറ്റു 2 × 25 125 മീറ്ററിന് കിട്ടും. നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ച ഫ്രീ ഫോൾ, അതായത് ഫ്രീ ഫോളിൻ്റെ കേസിൽ ഒരു പ്രോബ്ലം ആണ്. എ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി ഓഫ് 100 മീറ്റർ പെർ സെക്കൻഡ്. ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് ദ ഗ്രൗണ്ട്? ഇവിടെ ജി ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ജി ഇസ് ഈക്വൽ ടു 9.8 തന്നെ എടുത്താൽ മതി. പിന്നെ ബ്രാക്കറ്റിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ 10 എടുത്തോളുക. ഓക്കെ, കാൽക്കുലേഷൻ എളുപ്പം 10 ആണ്, പക്ഷെ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ജി ഇസ് ഈക്വൽ ടു കറക്റ്റ് വാല്യൂ എടുക്കാം. ബട്ട് ജി 10 എടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ജി ഇസ് ഈക്വൽ ടു 9.8 തന്നെ എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ബോൾ ഈസ് ത്രോൺ അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി, അതാണ് ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 100 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഞാൻ പറഞ്ഞു ഫ്രീ ഫോൾ, അതായത് ബോൾ ഈസ് ത്രോൺ അപ്വേർഡ്സ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു മൈനസ് ജി വരും, ഇത് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ വി ഇസ് ഈക്വൽ ടു 0 ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതായത് മുകളിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, അതായത് ആ സമയത്ത് മുകളിലെത്തി താഴേക്ക് വരുന്ന ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഇറ്റ്സ് ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 0. Let t be the time taken by the ball to reach the highest point, അതായത് ടൈം ഓഫ് അസെൻറ്റ്, അതായത് നമ്മൾ എറിയുന്ന സമയം മുതൽ ആ വി ഇസ് ഈക്വൽ ടു 0 ആവുന്ന വരെയുള്ള ടൈമാണ് ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറയാം. അത് ടീന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് പറയും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വി എന്ന് പറയുന്നത് 0, യു 100, നമുക്ക് ജി മൈനസ് ആണ്, അപ്പം മൈനസ് 10 ടി എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ടി ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാനുള്ളത്, ടൈം ഓഫ് ഡിസെൻറ്റ് വിൽ ബി ഈക്വൽ ടു ടൈം ഓഫ് അസെൻറ്റ് ആയിരിക്കും. ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റീച്ച് ദ ഗ്രൗണ്ട് എന്തായിരിക്കും? 10 + 10, അതായത് 20 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചു, അതിൻ്റെ ഫ്രീ ഫോളിൻ്റെ കേസിലുള്ള ചേഞ്ചസ് പഠിച്ചു, അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസും പഠിച്ചു. അപ്പോൾ ഇത് നന്നായിട്ട് 3 ഇക്വേഷൻസ് ഓഫ് മോഷനും നന്നായിട്ട് എഴുതി പഠിക്കുക, കാണാതെ എഴുതി നോക്കുക. ആദ്യം നോട്ടിൽ പകർത്തി എഴുതുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കാണാതെ എഴുതി വേറെ പേപ്പറിൽ എഴുതി നോക്കുക, പഠിക്കുക. അടുത്ത ദിവസം തന്നെ ഞാനിത് ഒരു ടെസ്റ്റ് പേപ്പറായിട്ട് ഇടും കേട്ടോ. അപ്പോൾ നമുക്കത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.